back to my channel. ഇന്ന് നമുക്കൊരു ഗ്ലാം മേക്കപ്പ് ലുക്ക് ആണ് ട്ടോ. അതായത് ഒരു ഫെസ്റ്റീവ് സീസണിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് ആദ്യം തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാല്ലേ, അല്ലെങ്കിൽ വൈറ്റ് ടോപ്പാണ്, ഞാൻ പെട്ടെന്ന് നാശാക്കും. അപ്പം നമുക്ക് ആദ്യം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ മോയ്സ്ചറൈസർ ആയിട്ട് എടുത്തിട്ടുള്ളത് ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ്, നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. പക്ഷെ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. അപ്പം നിങ്ങൾക്ക് അത്രയും റേറ്റ് കൊടുത്തൊരു മോയ്സ്ചറൈസർ വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു ബ്ലൂ കളർ ഇതിൽ വരുന്ന ഡബ്ബയിൽ വരുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. എന്തിനീ ഹൈറോളിക് ആസിഡും വൈറ്റമിൻ ഇയും കൂടെ അടങ്ങിയിട്ടുള്ള പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അത് നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് വാങ്ങിച്ചാലും മതി. അത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യിക്കും. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ നേരത്തെ ഞാൻ ഫേസ് വാഷ് ഒക്കെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് പ്രൈമർ ആണ്. അപ്പൊ പ്രൈമർ നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് അതൊരു സ്റ്റെപ്പ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ മാത്രം പ്രൈമർ യൂസ് ചെയ്യാം. അപ്പൊ എന്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഓപ്പൺ പോർസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ പ്രൈമർ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്റെ ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട്, കണ്ണിന് ചുറ്റും കറുപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ട്, ചുണ്ടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ മുഖക്കുരു വന്ന് പോയിട്ടുള്ള കറുത്ത പാടുകളും ഉണ്ട്, അതായത് ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻസൈറ്റിന്റെ ഈ ഒരു കളർ കറക്ടർ ആണ് കേട്ടോ. ഇതിൽ 6 ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ 4 കളർ കറക്ടർ ആണ്. ഈ ഒരു പർപ്പിള്, പിന്നെ ഈ ഒരു യെല്ലോ, ഈ ഒരു ഗ്രീന്, ഈ ഒരു ഓറഞ്ച്, ഇത്രയും കളർ കറക്ടർ ആണ്. പിന്നെ വരുന്ന 2 കളർ കൺസീലറും കോണ്ടോറും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാലറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാ കളർ കറക്ടറും അതുപോലെ തന്നെ കൺസീലറും കോണ്ടോറും ഒക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ നമ്മളുടെ ഡാർക്ക് സർക്കിളും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും ആണ് ഹൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ കറക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ഡാർക്ക് സർക്കിൾ ഉള്ളത് ആ ഭാഗത്തും എവിടേക്കാണോ ഡാർക്ക് സ്പോട്ട് ഉള്ളത് ആ ഭാഗത്തും പിന്നെ പിഗ്മെന്റേഷന്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് കളർ കറക്ടർ വെച്ചിട്ട് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കൺസീലർ ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ ഒരു പാലറ്റിൽ തന്നെ നമുക്ക് കൺസീലറും വരുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കൺസീലർ ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു കൺസീലർ ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ കളർ കറക്ടർ യൂസ് ചെയ്തതിന്റെ മുകളിൽ കൺസീലറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഡാർക്ക് സർക്കിളും പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ നന്നായിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കാണുന്നില്ല, നമ്മളുടെ ഡാർക്ക് സ്പോട്ടുകൾ ഒന്നും ഒട്ടും കാണുന്നില്ല. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ സെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ബ്ലഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജസ്റ്റ് ഹെർബിന്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് പീച്ചി കോറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് നമ്മളിന്ന് ബ്ലഷ് ആയിട്ടും ഐ ഷേഡോ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ചടിക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെ ക്രീമി ആയിട്ടുള്ള ബ്ലഷ് ആയതുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ബ്ലഷും അതുപോലെ തന്നെ ഐ ഷേഡോവും കൂടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി പൗഡർ ഫോമിലുള്ള ബ്ലഷ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു ക്രീം ഫോമിലല്ലേ, അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുകളിൽ ഇത് യൂസ് ചെയ്യുമ്പം ഭയങ്കര ബ്ലെൻഡ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് യൂസ് ചെയ്യുന്നത്.
അപ്പൊ ഇതാ നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോണ്ടോറും കൂടി ചെയ്തതിന് ശേഷം ഫേസ് സെറ്റ് ചെയ്യാം. കാരണം എന്റെ കയ്യിലുള്ളത് ഈ ഒരു ഇൻസൈറ്റിന്റെ കോണ്ടോർ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സെയിം പാലറ്റിൽ വരുന്ന കോണ്ടോർ ആണ്. ഇതും ഒരു ക്രീമി ഫോമിലാണ് വരുന്നത്. കണ്ടോ, ഒരു ക്രീമി ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫേസ് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കോണ്ടോർ ഇടുകയാണെങ്കിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഒരു ക്രീമി ഫോമിലുള്ള കോണ്ടോർ യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കോണ്ടോർ ചെയ്യാം. അതും ഞാൻ ഫേസ് മൊത്തത്തിൽ കോണ്ടോർ ചെയ്യുന്നില്ല കേട്ടോ, എന്റെ മൂക്ക് മാത്രമേ കോണ്ടോർ ചെയ്യുന്നുള്ളൂ. കണ്ടോ, മൂക്ക് ഒന്ന് കോണ്ടോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡാസ്ലറിന്റെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ എടുക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ് സോഫ്റ്റ് കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തിലും മേലെയായിട്ടോ. ഞാൻ ആകെപ്പാടെ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രം കേട്ടോ. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ക്രീം ഫേസിലിടും. ഞാൻ ബോഡി ലോഷൻ വരെ ഫേസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, മോയ്സ്ചറൈസറിന് പകരമായിട്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു കോമ്പാക്ട് ഇട്ട് കൊടുക്കും. അപ്പൊ ഞാനൊരു 5 വർഷത്തിലും മുകളിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും എന്റെ കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അധികം മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക. അതിന് മുകളിൽ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആയി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഒരു കോമ്പാക്ട് പൗഡർ മാത്രമല്ല, നമ്മളുടെ കറക്റ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഏതൊരു കോമ്പാക്ട് പൗഡർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് അധികം മേക്കപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പാക്ട് പൗഡർ മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സൺസ്ക്രീനിന്റെ മുകളിലാണെങ്കിലും നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് പോവാട്ടോ പുറത്ത്. ഞാൻ അങ്ങനെയും പോവാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ബ്ലഷ് ഇട്ടിട്ടുള്ളതായിട്ട് തോന്നേ ഇല്ല, ഒട്ടും തോന്നുന്നില്ല നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഉള്ളുന്ന് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ചുവപ്പ് നിറം പോലെ ഉണ്ട് താനും. അതായത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് സെറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ക്രീം ഫോമിലുള്ള ഏതെങ്കിലും ഒരു ബ്ലഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കും ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ അതും എടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മ്യൂസിക് ഫ്ലവറിന്റെ ജെൽ ഐലൈനർ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. അതും ബ്രൗൺ കളറാണ് കേട്ടോ, ബ്ലാക്ക് കളർ എടുക്കാൻ പാടില്ല. ഇനി കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫേസ് സ്കാനറുടെ ഐ പെൻസിലാണ് എടുക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അതും കണ്ണിന്റെ താഴെയും മുകളിലും വാട്ടർ ലൈനിലാണ് കേട്ടോ കണ്ണ് എഴുതുന്നത്. അപ്പൊ താഴെയും മുകളിലും വാട്ടർ ലൈനിൽ നമ്മൾ ഈ ഒരു കാജൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മുകളിൽ കൺപീലിനോട് ചേർത്തിട്ട് കുറച്ചൊന്ന് ഈ ഒരു കാജൽ വരച്ചു കൊടുക്കുക. ഇനി അതൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മളിത് നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ താഴെ ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മസ്കാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മേബിലിൻ ന്യൂയോർക്കിന്റെ ഈ ഒരു കൊളോസൽ മസ്കാരയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മസ്കാരയാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി ഒരു മസ്കാരയാണ്. ഇത് റിമൂവ് ചെയ്തെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്, അല്ലാണ്ട് അത്രയ്ക്കും അടിപൊളി ഒരു മസ്കാരയാണ്. കണ്ടോ, ഈ ഒരു മസ്കാര ഇട്ടപ്പോ തന്നെ രണ്ട് കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് നമ്മളുടെ ലാഷസിന് വോളിയം തരും കേട്ടോ. നല്ല അടിപൊളി മസ്കാരയാണ്. അപ്പൊ നമ്മളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു എന്താ പറയാ, ഹെവി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ടല്ല, ഹെവി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ ഹെവി അല്ല. അത്യാവശ്യം നമ്മൾ കണ്ണിന്റെ മുകളിലും താഴെയൊക്കെ നല്ല തിക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് സ്മഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക്കിൽ തന്നെ മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫേക്ക് ലാഷസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം തിക്കിൽ തന്നെ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചൊരു ന്യൂഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരിക്കും പെയർ ചെയ്ത് പോവുക. അപ്പൊ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ലാക്മിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ.
ഇതിന്റെ ഷെയ്ഡിൽ 08 ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ക്രീമി ആയിട്ട് തോന്നും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നന്നായിട്ട് സെറ്റ് ആവും. സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക്, അതും ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ കുറച്ചൊരു ഹെവി ആയിട്ട് നമ്മളുടെ ചുണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നൂലേ? എന്നാൽ ഇതങ്ങനെ തോന്നുകയില്ല. നമുക്ക് നല്ല എന്താ പറയാ അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുകയില്ല. അത്രയ്ക്കും ന്യൂഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. അതും മീഡിയം സ്കിൻ ടോണിന്. കണ്ടോ, നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നമ്മളിത് ഇടുമ്പോൾ ഭയങ്കര ക്രീമി ആയിട്ടാണ് ഉള്ളത്. എന്നാൽ ഇപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതും കൂടുതൽ ഡ്രൈയിങ് അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു ഫീലേ ഇല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ചുണ്ടിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ ചുണ്ടിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതുവരെ നന്നായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഇനി നമുക്ക് നമ്മളുടെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. പിന്നെ ആമസോണിൽ ഇപ്പം വാർഡ്രോബ് റിഫ്രഷ് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം. ഈ ടൈമിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 to 80% വരെ ഓഫ് കിട്ടും. അപ്പൊ ഇനി സമയം കളയണ്ട, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങിക്കുക. പിന്നെ നമ്മളുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. നമ്മൾ ന്യൂ ഇയറിലേക്ക് ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. അതിൽ 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ആൾക്ക് കിട്ടുന്നത് ബ്ലൂ ഹെവന്റെ 11 പ്രോഡക്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ആണ്. പിന്നെ അടുത്ത 2 പേർക്ക് കിട്ടുന്നത് VLCCയുടെ 10 പ്രോഡക്റ്റ് അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്റ്റിന്റെ ഒരു കിറ്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും 2 ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും SS ഫാം എന്ന് എഴുതിയിട്ട് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. അത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ന്യൂ ഇയറിലേക്കാണ് ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മളുടെ ഇതൊരു കുട്ടി ചാനലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.